ഹലോ ഗായ്സ്, നമ്മൾ എനിക്ക് അറിയാൻ പാടില്ല എങ്ങനെ വ്ളോഗ് എടുക്കണത്. സത്യസന്ധമായിട്ട് പറയാലോ. അപ്പോൾ തേങ്ങ അറിയത്തില്ല, നമ്മൾ ഇനി വേണം പഠിക്കാൻ. അപ്പോൾ നമ്മൾ മൂവിക്ക് പോവാണ്. ഓ ഗൈസ്, ഓട്ടോ ഇല്ല. അടിപൊളി. അപ്പോൾ എന്നെ ചെയ്യും? ഓട്ടോ ഇല്ലല്ലോ. നമ്മൾ ഇന്നൊരു മൂവിക്ക് പോവാണ്. നമ്മൾ മൂവിക്ക് പോകുന്നത് കൊണ്ട് സമയം നമുക്ക് വെയിറ്റ് ചെയ്യും. ഇവിടെ ഓട്ടോ ഇല്ല. ഇപ്പോഴും ഇങ്ങനെയാണ്, നമ്മൾ എന്തെങ്കിലും ടൈമിങ്ങിന് ചെല്ലാൻ പറ്റില്ല. ഒരു 2:15 ഷോ ഒക്കെ ആണെങ്കിൽ 2:30 പടം കാണാം. എത്ര നേരത്തെ ഇറങ്ങിയാലും ഞങ്ങൾക്ക് മിസ്സാവും. എന്ത് ചെയ്യും? സാഡ്. ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ നടന്നടുത്തൊരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷൻ്റെ പേരെന്താ? തങ്കളൊന്നും അല്ല. തങ്കളത്തിൻ്റെയും നമ്മുടെ കോളേജിൻ്റെയും ബിറ്റ്വീൻ ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ പോയി നിന്നാൽ ഓട്ടോ കിട്ടുന്നതാണ് ഞങ്ങളുടെ പുതിയ കണ്ടുപിടുത്തം. പോണ വഴിക്കുമല്ലോ ഓട്ടോ കിട്ടിയാൽ അങ്ങനെ കൈ കാണിച്ച് അതിൽ കയറാം. കിട്ടി ഗൈസ്, താങ്ക് യു. ചേട്ടാ, ആൻഡ് സിനിമാസ് അങ്ങോട്ട് പോണേ ഗൈസ്. ഫുൾ ലിപ്സ്റ്റിക്കാണ് ഗൈസ്. നമുക്കിനി അത് തുടയ്ക്കാം. സാരില്ല, 1-2 മിനിറ്റ് ലേറ്റ് ആയെന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടമൊന്നും ഇല്ല അല്ലേ? സാരി, നമുക്കിത് ശീലമാണ്. ബിക്കോസ് ശീലമാണ്, എപ്പോഴും നമുക്ക് മിസ്സാവും. ഇതിപ്പോൾ ഞായറാഴ്ച ആയിട്ട് പോയല്ലോ എന്നുള്ളതാണ് നമ്മുടെ. ഞായറാഴ്ച പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ല, എന്നിട്ട് നമ്മുടെ 10 മിനിറ്റ് പോയല്ലോ എന്ന് നോക്കുമ്പോൾ ശരിയാണ്. ഈ ചേട്ടൻ്റെ സഹകരണ മനോഭാവം കൊണ്ടാണ് നമ്മൾക്ക് ഇന്ന് ഈ ഓട്ടോ കിട്ടിയത്. ചേട്ടാ, താങ്ക് യു. ഈ ചേട്ടൻ ഫ്രണ്ട് കയറി ഇരുന്നില്ലായിരുന്നു നമുക്ക് ഈ സീറ്റ് കിട്ടില്ല അല്ലേ? അതുകൊണ്ട് ആ ചേട്ടനാണ് സ്പെഷ്യൽ ക്രെഡിറ്റ്സ്. നമ്മൾ എത്തി ഗായ്സ്. അതാണ് ഇവിടെയാ, അതാണ് നമ്മളുടെ സിനിമ തിയേറ്റർ, ആൻഡ് സിനിമാസ്. ആണോ? ഓടുന്നു ഗായ്സ്. നമുക്കിനി ജീപേ ഒക്കെ ചെയ്ത്. ജീപേ ഇല്ലേ? നമുക്ക് 60 രൂപ, അവിടെ നിന്ന് ഇങ്ങോട്ട് 60 രൂപ ജീപേ ആവും. അപ്പോൾ നമ്മളത് ജീപേ ചെയ്തിട്ട്. ഭയങ്കര ലേറ്റാണ് ഗൈസ്, എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓടട്ടെ, ബിക്കോസ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. 100 വട്ടം ടിക്കറ്റ് ബുക്ക് ചെയ്തു. ബിക്കോസ് നമ്മൾ എപ്പോഴും ചെയ്യാറില്ല, വല്ലപ്പോഴും 15 രൂപ എക്സ്ട്രാ ഇടും. നമ്മളൊന്ന് അറിയിക്കണം നാട്ടുകാരല്ലേ. അവർ വരുന്നുണ്ട് പുറകെ. ഓക്കെ, ഇനി തിയേറ്ററിൽ ഇരുന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം. ഓക്കെ, ബൈ ഗായ്സ്. നമ്മൾ സ്ക്രീൻ കണ്ടുപിടിക്കാനായിട്ട് ഓടുവാണ്. എല്ലാവരും ഓടുകയാണ് ഗൈസ്. എല്ലാവരും ഇങ്ങനെയൊക്കെയാന്ന് തോന്നുന്നു വരണത്. ഫൈനലി നമ്മൾ എത്തി. ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്? ഇഷ്ടപ്പെട്ടാ? ഞാൻ പേടിച്ച് ചത്തടാ, കൊറേ കാറി വിളിച്ചിരെ. നമ്മൾ സിനിമയുടെ പകുതി കഴിഞ്ഞു. കുറേ കയറി പോകാനും മറ്റേ വണ്ടറിലേക്കൊക്കെ ട്രിപ്പ് പോകുന്നൊരു എഫക്റ്റ് ഉണ്ടായി. എല്ലാവരും ഭയങ്കര സൗണ്ടൊക്കെ വെച്ച് തിയേറ്ററിൽ ഭയങ്കര കാറിൽ പോകലും പൂച്ചയുടെ സൗണ്ടും എല്ലാവരും ഫ്രണ്ട്സായിട്ട് കാണുന്നുണ്ട്. ഇവളൊക്കെ കയ്യിൽ പിടിച്ച് മാന്ത്. അപ്പോൾ ഇങ്ങനത്തെ ഫ്രണ്ട്സായിട്ട് വരരുത്, എഫക്റ്റ് കൊടുക്കണ്ടേ നമ്മൾ. ഓൾറെഡി ഞാൻ വീടിൻ്റെ കൈക്കൊക്കെ വയ്യ, അപ്പോൾ ഇവളെൻ്റെ കൈ പിടിച്ച് മാന്തലും കീറലും ഒക്കെയാണ്. ഇവള് ചുമ്മാ കിടന്ന് കൈ പിടിച്ച് വലിച്ചോണ്ടിരിക്കും ഗൈസ്. പ്രേതം വരുന്നതിന് മുന്നേ ഇവളെന്നെ അറിയിക്കും. ഓവർ എഫക്റ്റ് ഇട്ട് അങ്ങനെയൊക്കെ എന്റെ കൈയൊക്കെ പിടിച്ച് മാന്തലാണ് ഇവളുടെ പണി. ഞാനിപ്പോ എനിക്കൊരു ഇന്റർവെൽ വേണമായിരുന്നു. നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങോ? പൈസ ഉണ്ടാ? ഇത് നമ്മളുടെ ഔട്ട്ഫിറ്റ്. എൻ്റെ ഔട്ട്ഫിറ്റ് എനിക്ക് സ്പോൺസർ ചെയ്തത്. നല്ല ഔട്ട്ഫിറ്റ് അല്ലേ ഗൈസ്? സ്പോൺസർ ചെയ്ത ആളുടെ പേര് പറയണം. സ്പോൺസർ ചെയ്ത ആളുടെ പേരാണ് ഇവൾ. നിന്റെ ഔട്ട്ഫിറ്റ് സ്പോൺസേർഡ് ബൈ. നിന്റെ ഔട്ട്ഫിറ്റ് എപ്പോഴും സ്വന്തമായിട്ട് ഔട്ട്ഫിറ്റ് ഉള്ള ചേച്ചി. അതൊക്കെ ചേച്ചിയാണ് നമ്മൾ. ഇവൾക്ക് കുറേ ഔട്ട്ഫിറ്റ്സ് ഉണ്ട്. ഔട്ട്ഫിറ്റിന്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും, ഞാനൊന്നും ഒരു ഡ്രസ്സും വാങ്ങാറില്ല, എല്ലാം അനഘയാണ് നമ്മളുടെ മെയിൻ കോസ്റ്റ്യൂം. എങ്ങനെയുണ്ട് നിന്റെ കോസ്റ്റ്യൂം റെഡി? എന്റെ കോസ്റ്റ്യൂം എന്റെ ചുണ്ടാപ്പി തന്നത്.
ഒന്നും പറയാനില്ല ഗൈസ്. ചിലപ്പോ ഭയങ്കര സ്നേഹ നമ്മള് സിനിമ അടിപൊളിയല്ലേ? ഇതൊരിക്കും അടിപൊളിയാണ്. ഇതുപോലെ നമ്മള് ഫുൾ കാറിലും കൂവലും ആണ്. ഇതൊരിക്കും മനസ്സിലായിട്ടില്ല. തുടക്കത്തെ 5 മിനിറ്റ് ഞങ്ങൾക്ക് മിസ്സായിട്ടുണ്ട്. തുടക്കത്തെ 5 മിനിറ്റ് അയ്യോ നീ ഇത് പിടിച്ചിങ്ങനെ കൈ വേനിക്കുന്നു ഗൈസ്. അപ്പം ഈ തുടക്കത്തെ 5 മിനിറ്റ് കുറച്ച് എന്തൊക്കെ ഉണ്ടായിരുന്നു, അത് നമ്മൾ മിസ്സാക്കി. അത് നേരത്തെ എത്തിയത് കാരണം തുടക്കത്തിൽ 5-10 നമ്മൾ മിസ്സാക്കി ഗൈസ്. കുഴപ്പമില്ല, നമ്മള് വെയിറ്റിംഗ് ആണ് ബാക്കി സീൻ കാണാൻ. അങ്ങനത്തെ അല്ല, ഒരു സീന് കഴിഞ്ഞു ബാക്കി പടം കാണാനായിട്ട് എക്സൈറ്റഡ് അല്ല, ഇത്തിരി പേടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക അല്ലേ. നമ്മളെല്ലാരും വൈറ്റ് ഔട്ട്ഫിറ്റ് ഇട്ടു. അയ്യോ ഈ കൊച്ചു മാത്രമാണ് വേറെ ഏതാണ്ട് എപ്പോഴും അങ്ങനെ. ഇത് മതി, അത് ഔട്ട് ഓഫ് സ്ക്രീൻ. നമ്മൾ ഫുൾ വൈറ്റ് ഇട്ടും മറ്റേ ഏഞ്ചൽസ് ഒക്കെ പറയും. ഇവിടെ ഏതാണ്ട് വേറെ ഏതാണ്ട് ഡ്രസ് ഒക്കെ. ഞാൻ ബേബി. ഏറ്റവും ബെസ്റ്റ് തിങ് എന്താണെന്ന് അറിയോ, നമ്മളൊരു ഐഡിയ പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പൊ എനിക്ക് വരണം, ഇവക്ക് വരണം, ഇവക്ക് എല്ലാവരും യെസ് പറയണതാണ് ഒരു ഫൈനൽസ് അല്ലേ. തൊരച്ച് ഇത് പോയി. ഇവല്ല ഇവൾക്ക് കാണണം, നമ്മൾക്ക് പറഞ്ഞപ്പം ഇവൾക്ക് വരണ്ട പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവരും. ബെസ്റ്റ് തിങ്സ് നമ്മളെല്ലാരും യെസ് പറയും. ആ യെസ് പറഞ്ഞു കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായി അല്ലേ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സിനിമയ്ക്ക് നമുക്ക് ഏറ്റവും ബെസ്റ്റ് പാർട്ട് നമുക്ക് ഫോട്ടോ എടുക്കും. നമ്മൾ ഫോട്ടോ എടുത്തില്ലല്ലോ, എടുക്കാൻ നല്ല സമയം ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ലുക്ക് ആയിട്ടുണ്ട് ഗൈസ്. ഈ കോസ്റ്റ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, ബാക്കി ഞങ്ങൾ ഇനി എന്തെങ്കിലും കഴിക്കാൻ വാങ്ങുന്നുണ്ടെങ്കിലോ കഴിക്കാൻ വാങ്ങുമോ നമ്മള്? ബാക്കിയുള്ളവർ കഴിക്കുന്നൊക്കെ കണ്ടിങ്ങനെ നോക്കി ഇരുന്ന് അതൊക്കെ ഈ പറഞ്ഞത് വേണ്ട, നമ്മള് കഴിക്കാൻ വാങ്ങിയിരിക്കുന്നു. ഉച്ചക്ക് ഹോസ്റ്റലിൽ അടിപൊളി ഫുഡ് കഴിച്ചിട്ട് ഹോസ്റ്റലിലെ ഫുഡ് പോപ്കോൺ കഴിക്കണം ഒരു നിർബന്ധമില്ല. ഇല്ല, ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? കാരമൽ പോപ്കോൺ ആരെ കണ്ടുപിടിച്ചത്? എന്താ ആരപ്പറ മാസ്റ്റർ ഷെഫിനോട് ചോദിക്കും. ബേബി ഗേൾ ഷെഫ് പറ. കാരമൽ പോപ്കോണിന്റെ റെസിപ്പി ഇപ്പൊ പറയും. കുറച്ച് ക്യാരമൽ ഇടാം, പഞ്ചസാര ഇടാം, അതിങ്ങനെ മെൽറ്റായി വരും. അപ്പം അത് ക്യാരമലൈസ് ചെയ്തിട്ട് നമുക്ക് അല്ലാതെ 10 രൂപയുടെ പാക്കറ്റിൽ കിട്ടുമല്ലോ, അത് വെറുതെ കുക്കറിൽ ഇട്ടാൽ മതി. സിമ്പിൾ അല്ലേ ഗൈസ്? സിമ്പിൾ ആക്കിയാണ്. അതാ മനസ്സിലായി. അവളുടെ ചാനൽ ഉണ്ട്, ഒരു ചാനൽ, ഒരു ഷെഫ് ഗൈസ്. നമ്മൾ കോളേജിൽ കുറച്ച് പേര് കൂടെ വന്നിട്ടുണ്ട്. നമ്മളവരെ കണ്ടിട്ടില്ല, കണ്ടുമുട്ടുമായിരിക്കും. ഫുള്ളി നമ്മൾ എൻ്റെ കൈക്ക് വയ്യ, നീ ഇപ്പുറത്തിരിക്കുന്നു. എൻ്റെ ഈ കൈ മസാജ്. ഈ കൊച്ച് ഭയങ്കര മാന്തലും പിച്ചലും ഒക്കെയാണ് ഗൈസ്. ഇങ്ങനത്തെ ഉള്ളവരെ കൊണ്ടൊന്നും സിനിമയ്ക്ക് കൊണ്ടുവരരുത്. ഇതിന്റെ ഈ പടം എല്ലാരും കൊണ്ട് കാണാൻ ഈ പേടിച്ചിരിക്കുന്നവരെ ഒന്നും കൊണ്ടുവരരുത് ഗൈസ്, അല്ലേ. നമ്മുടെ കൈയൊക്കെ ഷീ ഈസ് അൺഫോർച്ചുനേറ്റ്ലി സിറ്റിംഗ് സൈഡ് ഓഫ് മീ. ശരിയല്ലേ? അല്ല, അഞ്ച് പ്ലാൻ ചെയ്ത് എന്റെ അടുത്ത് വന്ന് പെട്ടിട്ടുണ്ട് ഈ കൊച്ചിന്. സിനിമ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൈയുടെ അവസ്ഥയും ബാക്കി ഇത്ര പേരെ കണ്ടതിൽ കുഴപ്പമില്ല. നമ്മൾ വേറെ പ്രേതപ്പടമൊക്കെ കണ്ടതിൽ ഇത് നല്ല അല്ലേ. നമ്മുടെ സിനിമ ഏറ്റവും സൂപ്പർ ആക്കണം നമ്മുടെ പുറകിലും ഫ്രണ്ടിലും ഇരിക്കുന്നവരാണ്. എന്താ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർ കുഴപ്പമില്ല, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഈ പുറകിലിരിക്കുന്ന ആൾക്കാർ ബഹളം വെക്കുവാണ് ഗൈസ്. പുറകിലാരും ഉണ്ടോന്നാണ് ഞങ്ങൾ നോക്കിയത്. കുഴപ്പമില്ല, ഞാൻ എണീറ്റ് പോയി. ഞാൻ ഇടയ്ക്ക് പറഞ്ഞു മിണ്ടാതിരിക്കാൻ. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് പിന്നെ മിണ്ടിയതേ ഇല്ല. പെങ്ങളെ ഒന്നും ഞാൻ ആദ്യം പറഞ്ഞു മിണ്ടാതിരിക്കുക, അപ്പൊ അവര് മിണ്ടാണ്ടിരുന്നു. പിന്നെ അയാളെ എൻ്റെ അടുത്ത് മിണ്ടാണ്ടിരിക്കുക, പിന്നെ എന്നെ മിണ്ടാണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ അങ്ങനെയൊക്കെ പൊക്കോണ്ടിരിക്കും. അപ്പം സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ
ട്രാവൽ കഴിഞ്ഞു, സിനിമ തുടങ്ങാൻ പോവാണ്. ഇനി മിണ്ടാണ്ടിരുന്നോ, എന്നെ പിടിച്ച് കീറി കൊല്ലും ഞാൻ. തുടങ്ങി സമയമില്ല. ബൈ പരസ്യം. ഓക്കെ ബൈ. ഇനി സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റിവ്യൂ ഒക്കെ പറഞ്ഞ് അതെ എൻ്റെ കൊച്ചിനെ ഞാൻ നന്നായി ഉഷാറാക്കി പിടിച്ചിരുത്തണ്ടായിരുന്നു. എന്തിനാണ് ഇവരെ പിടിച്ച അടുത്തിരുത്തിയത്? എന്തിനാ എൻ്റെ അടുത്ത് വന്നിരുന്നത്? ശരി ഗൈസ്, ഞങ്ങൾ സെക്കൻഡ് പാർട്ടിനെ കുറെ നേരെ പറഞ്ഞു. സെക്കൻഡ് പാർട്ട് തുടങ്ങി ഇല്ല ഗൈസ്, തുടങ്ങിയില്ല. വേറെ ഇത് പ്രണവിന്റെ ലുക്ക് സൂപ്പറാണ് ഗൈസ്. പ്രണവിസ് മൂവി കഴിഞ്ഞു ഗൈസ്. നമ്മള് എന്താ മനസ്സിൽ മോറൽ ഓഫ് ദി സ്റ്റോറി, നമ്മൾ ആരും ഒരു സാധനം പറക്കരുത്, പറത്തിക്കൊണ്ട് വരരുത്. പക്ഷെ എനിക്ക് കുറെ ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ടല്ലോ, അതിപ്പോ എന്താ ചെയ്യാ? ഞാൻ കുറെ പേടിച്ചെന്ന്. ഇത് മാത്രം മെയിൻ മോറൽ, നമ്മൾ ആരുടെ ഒരു സാധനം പ്രത്യേകിച്ച് ക്ലിപ്പ് പോലും ഒന്നും പറക്കാൻ പാടില്ല. നമ്മളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പെറുക്കിയാണ് ഇവൾ.